മുതിർന്ന കോൺഗ്രസ് നേതാവും പത്തനംതിട്ട UDF സ്ഥാനാർത്ഥിയുമായ ആന്റോ ആന്റണി കഴിഞ്ഞ ദിവസം പുൽവാമ ഭീകരാക്രമണത്തെക്കുറിച്ച് ഒരു പരാമർശം നടത്തിയിരുന്നു. ആന്റോ ആന്റണിയുടെ പരാമർശത്തിനെതിരെ ഇപ്പോൾ കടുത്ത രീതിയിൽ BJPയിൽ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ ഇപ്പോൾ വിവാദം കനക്കുകയാണ്. പുൽവാമ ആക്രമണത്തിൽ പാകിസ്ഥാന് എന്ത് പങ്കെന്നായിരുന്നു ആന്റോ ആന്റണി കഴിഞ്ഞ ദിവസം ചോദിച്ചത്. തിരഞ്ഞെടുപ്പ് ജയിക്കാൻ BJP എന്തും ചെയ്യും എന്നതിന്റെ ഉദാഹരണമാണ് പുൽവാമ ആക്രമണമെന്നും ആന്റോ ആന്റണി കുറ്റപ്പെടുത്തുകയുണ്ടായി. ഈ ഒരു വിഷയം വലിയ രീതിയിൽ തന്നെ BJP ചർച്ച ചെയ്ത് വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വിഷയത്തിൽ പുൽവാമ പരാമർശത്തിൽ വിശദീകരണവുമായി പത്തനംതിട്ട MP ആന്റോ ആന്റണി രംഗത്തെത്തിയിരിക്കുകയാണ്. പുൽവാമ ആക്രമണത്തിൽ പാകിസ്ഥാന് പങ്കില്ലെന്ന് പറഞ്ഞിട്ടില്ലെന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. 40% പോലും ഓക്സിജൻ കണ്ടിട്ടില്ലാത്ത പ്രദേശത്ത് അവിടെ പോയി കഷ്ടപ്പെട്ട് നിൽക്കുന്ന 42 ജവാന്മാരുടെ ജീവനല്ലേ ബലി കൊടുത്തിട്ടല്ലേ ഇവരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ജയിച്ചത്? ആ സംശയം ദൂരീകരിച്ചതാരാ? അന്നത്തെ കാശ്മീർ ഗവൺമെന്റ്, സത്യപാൽ മാലിക്. അദ്ദേഹം പറഞ്ഞില്ലേ, ഇത് കൃത്രിമമായി സൃഷ്ടിച്ചതാണ് ഈ സ്ഫോടനം, ഈ 42 ജവാന്മാരുടെ മരണത്തിന് ഗവൺമെന്റിന് ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ് ആന്റോ ആന്റണിയുടെ ഈ നിലപാട് മാറ്റം. സത്യപാൽ മാലിക്കിന്റെ വിമർശനം ഉന്നയിച്ചതിന് തനിക്കെതിരെ രാജ്യദ്രോഹ കുറ്റം വരുന്നെങ്കിൽ വരട്ടെ എന്നും ആന്റോ ആന്റണി പറയുന്നു. എന്നാൽ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് പൂർണ്ണമായും നിഷേധിക്കുകയാണ് ആന്റോ ആന്റണി. പുൽവാമ ആക്രമണത്തിൽ പാകിസ്ഥാന് പങ്കില്ലെന്ന് പറഞ്ഞിട്ടില്ല. സത്യപാൽ മാലിക്കിന്റെ വെളിപ്പെടുത്തൽ താൻ വിശദീകരിച്ചു. അത് ഇനിയും തുടരും. രാജ്യദ്രോഹ കുറ്റം ചുമത്തിയാൽ ചുമത്തിട്ടെ എന്നും ആന്റോ ആന്റണി പറഞ്ഞു. ഇതിനിടെ ആന്റോ ആന്റണിയുടെ പുൽവാമ പരാമർശത്തിന് മറുപടിയുമായി ഇടത് സ്ഥാനാർത്ഥിയായ ഡോക്ടർ തോമസ് ഐസക് രംഗത്തെത്തിയിരുന്നു. പുൽവാമ ആക്രമണത്തിന് ഉത്തരവാദി പാകിസ്ഥാനാണെന്നാണ് തോമസ് ഐസക് പറഞ്ഞത്. പുൽവാമ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് പങ്കില്ലെന്ന് പറഞ്ഞ പത്തനംതിട്ട MP രാജ്യത്തെ അപമാനിച്ചിരിക്കുകയാണെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷനായ K. സുരേന്ദ്രൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. ആന്റോ ആന്റണിക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യണമെന്നും അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. ആരുടെ വോട്ടിനു വേണ്ടിയാണ് ഇത്തരമൊരു നീചമായ പ്രസ്താവന നടത്തിയതെന്ന് ആന്റോ ആന്റണി പറയണം. ഇന്ത്യൻ സൈന്യം ആവർത്തിച്ച് വ്യക്തമാക്കിയ കാര്യമാണ് 4 വോട്ടിനു വേണ്ടി പത്തനംതിട്ട MP മാറ്റി പറഞ്ഞതെന്നും BJP അധ്യക്ഷൻ വ്യക്തമാക്കി. രാജ്യത്തിനു വേണ്ടി വീരമൃത്യു വരിച്ച 44 സൈനികരെ അവഹേളിക്കുകയും സൈന്യത്തിന്റെ ആത്മവീര്യത്തെ ചോദ്യം ചെയ്യുകയും ചെയ്ത പ്രസ്താവനയാണിത്. ആന്റോ ആന്റണിയുടെ പാകിസ്ഥാൻ അനുകൂല നിലപാടിന് പത്തനംതിട്ടയിലെ ദേശസ്നേഹികൾ വോട്ടിലൂടെ മറുപടി പറയുമെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. അതേസമയം പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയായ അനിൽ ആന്റണി ആന്റോ ആന്റണി MPക്കെതിരെ രംഗത്ത് വന്നിരുന്നു. ആന്റോ ആന്റണി പാകിസ്ഥാനെ വെള്ളപൂശിയെന്നാണ് അനിൽ ആന്റണിയുടെ വിമർശനം. രാജ്യത്തെ സേനാ വിഭാഗത്തെയും അവരുടെ ത്യാഗത്തെയും ആന്റോ ആന്റണി അധിക്ഷേപിച്ചു. ആന്റോ ആന്റണിക്ക് പാർലമെന്റിൽ കാലുകുത്താൻ അവകാശമില്ലെന്നും അനിൽ ആന്റണി കുറ്റപ്പെടുത്തി. ദേശീയ സുരക്ഷാ നിയമപ്രകാരം അദ്ദേഹത്തിനെതിരെ നിയമ നടപടികൾക്ക് BJP ഇറങ്ങുമെന്നും അനിൽ ആന്റണി പറഞ്ഞു. ഇപ്പോൾ 2019 പോലെ ഈ ഒരു തിരഞ്ഞെടുപ്പ് കാലത്തും പുൽവാമ ഭീകരാക്രമണം വീണ്ടും ചർച്ചാ വിഷയമാവുകയാണ്. തീർച്ചയായിട്ടും BJP ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കിക്കൊണ്ട് ചർച്ച ചെയ്യുന്നതാണ്. മാത്രമല്ല, വരുന്ന തിരഞ്ഞെടുപ്പിൽ UDFന് തിരിച്ചടിയാവുന്ന വിധത്തിലുള്ള ഒരു പരാമർശമാണ് ആന്റോ ആന്റണിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് തിരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നതുമാണ്.